ഹലോ കൂട്ടുകാരെ, 2 ദിവസത്തെ അവധി കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ തിരിച്ചെത്തിയിരിക്കുകയാണല്ലോ. നമുക്ക് കിട്ടുന്ന അവധി ദിനങ്ങൾ കളിക്കാൻ മാത്രമുള്ളതല്ല കേട്ടോ. കഥാപുസ്തകങ്ങൾ വായിക്കാനും ചിത്രം വരയ്ക്കാനും പാട്ടുകൾ കേൾക്കാനും ചെടികളെ പരിപാലിക്കാനും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടിയുള്ളതാണ്. അതിനിടയിൽ കുറച്ച് സമയം പഠനത്തിനു വേണ്ടിയും മാറ്റിവെക്കണേ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ RJ ആശ്രയ, TP സെക്കൻഡ് ബി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വിശേഷങ്ങളാണ്. വെൽക്കം ടു FM മെഡോണ 39.25. എല്ലാ വർഷവും നവംബർ 1 നാം കേരളപ്പിറവി ദിനം ആഘോഷിക്കാറുണ്ട്. അതെ, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഭാഷാടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. വൈവിധ്യമേറിയ ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഒരു കാര്യം? ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ മാഗസിൻ നമ്മുടെ കൊച്ചു കേരളത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മലകളും പുഴകളും തെങ്ങിൻ തോപ്പുകളും വയലേലകളും തേയിലത്തോട്ടങ്ങളും സഞ്ചാരികളെ അത്രമേൽ ആകർഷിക്കുന്നു. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെ എന്നറിയാമോ കൂട്ടുകാർക്ക്? ശ്രദ്ധിച്ചു കേൾക്കണേ. സംസ്ഥാന വൃക്ഷം തെങ്ങ്, സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, സംസ്ഥാന മത്സ്യം കരിമീൻ, സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന ഫലം ചക്ക. നമ്മുടെ സംസ്ഥാന ഭാഷയോ നമ്മുടെ സ്വന്തം മലയാളം. കൂട്ടുകാരെ, നമ്മുടെ നാട് എത്ര സുന്ദരമാണ് അല്ലേ? ഇവിടെ ജനിക്കാനും ജീവിക്കാനും കഴിയുന്ന നാം എത്ര ഭാഗ്യന്മാരാണ്. ഇന്ന് കേരളത്തിന്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കിട്ടത് 2B-യിലെ കൂട്ടുകാരായ വാമി മഹേഷ്, ഉമ്മു സൽമ, 4B ക്ലാസ്സിലെ ഐഷ എന്നിവരാണ്. കേരളത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. RJ ആശ്രയ സൈനിങ് ഓഫ്. FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം.